ഇത് കൊക്കെയിൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വിശേഷിപ്പിച്ച മായാനഗരി മുംബൈ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ഡ്രഗ് കാർട്ടലുകൾക്ക് വേരുകളുള്ള സാന്നിധ്യമുള്ള ഭൂമി. മുംബൈക്ക് പുറമെ ഗുജറാത്ത്, ഡൽഹി തുടങ്ങി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. ഈ നാടിനെ കത്തിച്ചാമ്പലാക്കാൻ ശേഷിയുള്ള, മനുഷ്യനെ ഭ്രാന്തനാക്കാൻ കെൽപ്പുള്ള പല ചെല്ലപ്പേരുകളിലും വിളിപ്പേരുകളിലും അറിയപ്പെടുന്ന മയക്കുമരുന്നുകളുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുതിച്ചുയരാൻ കാരണങ്ങൾ എന്തെല്ലാമാണ്? NCBയെയും നാഷണൽ സെക്യൂരിറ്റി ഏജൻസികളെയും നോക്കുകുത്തിയാക്കി ഈ നാടിനെ ഛിന്ന ഭിന്നമാക്കാൻ ശേഷിയുള്ള തീവ്രവാദത്തിലേക്ക് വരെ വിരൽ ചൂണ്ടുന്ന ഈ ലഹരിക്കടത്ത് സംഘം, ഈ ട്രാൻസ് കോണ്ടിനെന്റൽ ക്രിമിനൽ സിൻഡിക്കേറ്റ് മുംബൈ അടക്കമുള്ള ഇന്ത്യൻ മണ്ണിൽ ഇങ്ങനെ വ്യഹരിക്കുന്നതിൻ്റെ കാരണങ്ങൾ തേടിയാണ് ഈ യാത്ര. ലോകഭൂപടത്തിൽ മയക്കുമരുന്നിൻ്റെ തലസ്ഥാനങ്ങളായി അടയാളപ്പെടുത്തിയ ഗോൾഡൻ ക്രസൻറ്റിൻ്റെയും ഗോൾഡൻ ട്രയാങ്കിളിൻ്റെയും ഒത്ത നടുക്കായാണ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പർവ്വതനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെയാണ് ഗോൾഡൻ ക്രസൻറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മ്യാൻമറിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്തും ലാവോസിൻ്റെയും തായ്ലൻഡിൻ്റെയും വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തും സ്ഥിതി ചെയ്യുന്ന ഉദ്ദേശം 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയുള്ള ഈ പ്രദേശത്തെയാണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. UNODCയുടെ കണക്ക് പ്രകാരം ആഗോള മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തുന്ന 90% മയക്കുമരുന്നുകളും ഈ മേഖലയിൽ നിന്നാണ്. ഒരു കാലത്ത് ലോകത്തിൻ്റെ 90% ഓപ്പിയം, കറുപ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്നത് അഫ്ഗാനിസ്ഥാനായിരുന്നു. താലിബാന്റെ വരവോടുകൂടി ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും വേൾഡ് ഡ്രഗ് കാർട്ടലുകളുടെ സംഗമഭൂമിയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തായ്ലൻഡുമെല്ലാം. ഈ മേഖലയുമായി അടുത്ത് കിടക്കുന്നതുകൊണ്ടും ഈ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതുകൊണ്ടും കരയിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ശതകോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകളാണ് ഗുജറാത്തിലേക്കും തലസ്ഥാന നഗരിയായ ഡൽഹിയിലേക്കും മായാനഗരി മുംബൈയിലേക്കും എത്തുന്നത്. അവിടെ നിന്ന് കേരളമടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്കും. രാജ്യത്ത് വിറ്റഴിക്കപ്പെടുന്ന ലഹരി വസ്തുക്കളിൽ രാജ്യത്തിനകത്തെ ഉൾക്കാടുകളിലും ഉൾഗ്രാമങ്ങളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലഹരി വസ്തുക്കൾക്കും ഗവൺമെൻറ്റുകളുടെ കണ്ണ് വെട്ടിച്ച് ലാബുകളിൽ നിന്ന് കരിഞ്ചന്തയിലേക്ക് എത്തുന്ന സിന്തറ്റിക് ഡ്രഗ്സിനും ചെറുതല്ലാത്ത പങ്കുണ്ട്. അതിൻ്റെ വ്യാപ്തി എത്രമാത്രമാണെന്ന് നമുക്ക് UNODCയുടെ റിപ്പോർട്ടുകളിൽ നിന്ന് വായിച്ചെടുക്കാനാവും. ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, ആസാം, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കറുകളിൽ കഞ്ചാവ് തോട്ടവും ഓപ്പിയം കൃഷിയും നമുക്ക് കാണാൻ കഴിയും. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിൽ ഓപ്പിയം പോപ്പി പ്ലാന്റ് കൃഷി ചെയ്യുന്നതിനായി അനുമതി നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്ന അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് വിവിധ ഭാഗങ്ങളിലായി അനുമതിയോടെയും അനധികൃതമായും ഒക്കെ പ്രവർത്തിക്കുന്ന കെമിക്കൽ ലാബുകളിൽ നിന്ന് കരിഞ്ചന്തയിലേക്ക് എത്തുന്ന ലഹരി വസ്തുക്കളുടെ കണക്കെടുക്കുക എന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലിറങ്ങി മീനുകളുടെ എണ്ണം പിടിക്കുന്നതിലും ദുഷ്കരമാണ്. 2021 സെപ്റ്റംബറിൽ DRIയും NCBയും തങ്ങൾക്ക് കിട്ടിയ രഹസ്യവിവരത്തെ ആധാരമാക്കി ഇറാനിലെ ബാബറാസം തുറമുഖത്തിൽ നിന്നും ഗുജറാത്തിലെ കച്ച് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന അദാനിയുടെ മുണ്ട്ര തുറമുഖ തീരത്തെ കണഞ്ഞ കപ്പൽ പരിശോധിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ പത്രം വായിച്ച ഇന്ത്യൻ ജനത ഈ കപ്പലിൽ നിന്ന് പിടിച്ച ലഹരി ശേഖരത്തിന്റെ അളവ് കേട്ട് കോരിത്തരിക്കുന്നു. 3000 കിലോ ഹെറോയിൻ, മതിപ്പ് വില 20,000 കോടിക്കും മുകളിൽ വരും. ഇതിലും എത്രയോ 10 മടങ്ങ് Z കാറ്റഗറി ഡ്രഗ്സ് ആണ് രാജ്യത്ത് പിടിക്കപ്പെടാതെ വിറ്റഴിക്കപ്പെടുന്നത്. രാജ്യത്തിന്റെ അളവറ്റ സമ്പത്താണ് ഈ ഡ്രഗ് കാർട്ടലുകൾ കൊള്ളയടിക്കുന്നത്. എങ്ങനെയാണ് NCBയെയും നാഷണൽ സെക്യൂരിറ്റി ഏജൻസികളെയും എല്ലാം കബളിപ്പിച്ച് ഈ ഡ്രഗ് ഷിപ്മെന്റുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്? ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്: കൈക്കൂലി. Everyone has a price. The important thing is to find out what it is. കൊക്കെയിൻ രാജാവ്, ഡ്രഗ് ലോർഡ് പാബ്ലോ എസ്കോബാറിന്റെ വേദവാക്യമാണിത്. ഈ ഡ്രഗ് ഷിപ്മെന്റുകൾ കടത്തിവിടുന്ന ഉദ്യോഗസ്ഥർക്ക് അളവറ്റ സമ്പത്താണ് ഡ്രഗ് കാർട്ടലുകൾ ഓഫർ ചെയ്യുന്നത്. കാർട്ടലുകൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടുള്ള ഇഴയടുപ്പവും ഈ കുത്തൊഴുക്കിന് ഒരു പരിധിവരെ കാരണമാണ്. ഇന്ത്യയിലെ ലഹരിയുടെ മാർക്കറ്റ് അറിഞ്ഞാൽ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും. ആഭ്യന്തര വകുപ്പിന്റെ പുതിയ കണക്കനുസരിച്ച് 7% ഇന്ത്യക്കാർ നാർക്കോട്ടിക്സ് ഉപയോഗിക്കുന്നവരാണ്. ദാറ്റ് മീൻസ് അറൌണ്ട് 10 crore പീപ്പിൾ. 1 ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രം അഫ്ഗാനിസ്ഥാനിൽ വില വരുന്ന ഹെറോയിൻ കടൽ കടന്ന് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ വില കിലോക്ക് 5 കോടിക്ക് മുകളിൽ വരും. ഈ ഒരു വലിയ മാർക്കറ്റും വലിയ ലാഭനേട്ടവും മോഹിച്ചാണ് പലരും ഈ മേഖലയിലേക്ക് കടക്കുന്നത്. ഈ കാരണങ്ങൾക്കൊക്കെ പുറമെ രാജ്യത്തെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും നിയമത്തിനകത്തെ ലൂപ്പ് ഹോളുകളും സിനിമയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ലഹരിയുടെ ഉപയോഗം നോർമലൈസ് ചെയ്യുന്നതും കോവിഡിന് ശേഷമുള്ള സ്ട്രെസ്, ഡിപ്രഷൻ തുടങ്ങി ഒട്ടനവധി കാരണങ്ങൾ ലഹരിയുടെ അമിതമായ ഉപയോഗത്തിന് കാരണമാകുന്നുണ്ട്. അഴിമതിയുടെ കറപുരളാത്ത ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് ഒരു പരിധിവരെ നാടിനെ വികലാംഗമാക്കാൻ കെൽപ്പുള്ള ഈ വിപത്തിനെ തടയാൻ സാധിക്കും.